സൃഷ്ടാവ് സൃഷ്ടിയായി വന്നില്ലെങ്കിൽ ആ സൃഷ്ടിക്ക് സൃഷ്ടാവിനെ കുറിച്ച് എങ്ങനെ അറിയും? സൃഷ്ടാവ് സൃഷ്ടിയായി വന്നത് കൊണ്ടല്ലേ സൃഷ്ടാവിനെ പറ്റി അറിയാൻ പറ്റിയത്. അല്ലെങ്കിൽ അദൃശ്യനായ സൃഷ്ടാവിനെ എങ്ങനെ അറിയും? ആരറിയും? അവർക്ക് കേൾക്കാൻ അദൃശ്യനായ സൃഷ്ടാവിനെ അറിയാൻ ആരാ ഇവിടെ ഉള്ളത്? അതെ, സൃഷ്ടിയായി വന്നു. അതായത് മോനെ അതിലേക്ക് ഞാൻ വരാം. ഇതാർക്കും മനസ്സിലാവുന്നില്ല ബാബ. ഞാൻ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന മോനെ, ഈ പ്രപഞ്ച സൃഷ്ടിക്കും മുമ്പേ, ഈ പ്രപഞ്ചമൊന്നും സൃഷ്ടിച്ചിട്ടില്ല, പ്രപഞ്ചം എല്ലാം സൃഷ്ടിക്കും മുമ്പേ ശൂന്യമായിരുന്നു. ഇതാ ഇപ്പൊ നമ്മളുടെ സ്പേസ്, നമ്മളുടെ ഇടയിൽ ഒന്നുമില്ലല്ലോ, എന്നുമ്പോൾ ശൂന്യമായിരുന്നു. പക്ഷെ ഇവിടെ ഉണ്ടല്ലോ, ഇവിടെ വായുണ്ട്, വെള്ളമുണ്ട്, ഓക്സിജനുണ്ട്, തീ എല്ലാം ഉണ്ട്. ഇത് വായുവിൽ നമ്മൾ കാണാൻ കഴിയുന്നില്ലല്ലോ. വാതകങ്ങൾ ഒരുപാട് കാണാൻ കഴിയ ഒരുപാട്. എന്ന പോലെ ദൈവം ഈ പ്രപഞ്ചനാഥൻ അദൃശ്യമായിരിക്കും, നമുക്ക് കാണാൻ കഴിയില്ല. അവനാണ് അവന്റെ വിശേഷ ഗുണങ്ങളെല്ലാം പ്രപഞ്ച സൃഷ്ടിക്ക് മുമ്പ് അവന്റെ വിശേഷ ഗുണങ്ങളെല്ലാം ഉൾക്കൊണ്ടിരിക്കുന്ന ഒരു വിത്ത് എന്ന പോലെ ദൃശ്യമായതാണ് ആദ്യ പ്രകാശം. അതിനാണ് ഉപനിഷത്ത് ജ്യോതി എന്നും, അറബിൽ ആകാശഭൂമികളുടെ പ്രകാശമാണ് അള്ളാഹു എന്നും, നൂറുള്ള എന്നൊക്കെ പറയുന്ന ആ വിത്തായി അദൃശ്യത അള്ളാഹു ആദിയിൽ ദൃശ്യമാവുകയും ആ വിത്ത് മുളച്ച്, എങ്ങനെ മുളച്ചത്? അത് ആ പ്രകാശം നേരത്തെ പറഞ്ഞ പോലെ പ്രസരിച്ച് വികസിച്ച് പ്രകാശത്തിൻ്റെ കാഠിന്യം, പ്രകാശകാഠിന്യം എന്താണ്? ജ്വലിച്ചുകൊണ്ടേയിരിക്കും. ജ്വാലക്ക് നമ്മൾ എന്താ പറയും? പ്രകാശകാഠിന്യത്തിൻ്റെ ജ്വാലക്ക് തീ എന്ന് പറയും, അഗ്നി എന്ന് പറയും. ആ തീയായി വായുവായി, തീ പ്രസരണ ചൂട് തള്ളി വികസിച്ച് വരുന്നതിന് വായു എന്ന് പറയും. വായുവായി, വായുവിൽ നിന്ന് വെള്ളമായി. ഇതൊക്കെ രൂപാന്തരപ്പെടുന്ന ഏതാണ്? ഈ അഗ്നിയാണ്, ജ്വാലയാണ്. അഗ്നിയിൽ നിന്നാണ് വായു ചൂടുണ്ടാകുന്നത്, മർദ്ദമുണ്ടാകുന്നത്. തീ അഗ്നിയാണ്, അതാ ജ്വാല, ജ്യോതി എന്ന് പറയുന്നത്. ജ്യോതി തള്ളി വികസിച്ച് വരുന്ന വായുവായി, വായിൽ നിന്ന് വെള്ളമായി രൂപാന്തരപ്പെട്ട് അനവധി വാതകങ്ങളായി രൂപാന്തരപ്പെട്ട് വരുന്നത് ഒരേ പ്രകാശമാണ്, ആ ജ്യോതി, ആ പ്രകാശമാണ്. നമ്മൾ ഇതിൻ്റെ ചോട്ടിൽ എത്ര വയസ്സായി മോനക്ക് ശരീരത്തിൽ? 70. ഈ 70 വയസ്സായിട്ടും ഈ ഒരു പ്രകാശത്തെ പോലും നിങ്ങൾ കണ്ടിട്ടില്ല ശരിയായ വിധം, അല്ലേ? മനസ്സിലായിട്ടില്ല. ഇത്രയും കാലം ജീവിച്ച് ഇനി 80, 90, 100, 150 വർഷം ജീവിച്ചാൽ അതാണ് നമ്മൾ അന്ധരാണ്, അന്ധകാരത്തിലാണ്, ഇരുട്ടിലാണ്. എന്നൊക്കെ ഇരുട്ടിലാകുമ്പോൾ ഒന്നും കാണാൻ കഴിയില്ലല്ലോ. അപ്പോൾ ഇരുട്ടിലായിരുന്നു നമ്മൾ. ഈ ഇരുട്ടിൽ നിന്ന് നമ്മൾ പ്രകാശത്തിലേക്കും വെളിവിലേക്കും യാഥാർത്ഥ്യത്തെ കണ്ടറിഞ്ഞ് അനുഭവിച്ച് ആ യഥാർത്ഥമായി തീരാൻ കഴിയണം. അല്ലെങ്കിൽ നമ്മൾ വിശേഷ ബുദ്ധിയോ ഇല്ലാത്ത ജന്തു സഹജമായി പോവും. ഖുർആൻ പറഞ്ഞു, ജന്തു സഹജം, ജന്തുവിനേക്കാൾ തരണ്ടായിരുന്നവരാണ്. അപ്പോൾ അങ്ങനെ അദൃശ്യനായ അള്ളാഹു, ഈശ്വരൻ, ദൈവം പ്രകാശമായും, ആ പ്രകാശമായും പ്രകാശം പ്രചരിച്ച് പ്രകാശം തീ, ചൂട്, വായു, വെള്ളം എല്ലാ വാദങ്ങളായി വ്യാപിച്ചു വരുന്നതിന് അറബിൽ ലാ എന്ന് പറഞ്ഞു. ലാ എന്ന് പറഞ്ഞാൽ 100 ഹവാമാറായി വരുന്നതിന് അൽ റഹ്മാൻ പറഞ്ഞു. അദൃശ്യനായ അള്ളാഹു ഇതെല്ലാമായി വ്യാപിച്ചു വന്ന് അർദ്ധനരീശ്വരനായ ശിവനും ഇലാഹുമായ പ്രപഞ്ച സ്വരൂപമായി, ഈ സ്വരൂപമായി അദൃശ്യനായ അള്ളാഹു പ്രകാശത്തിലൂടെ രൂപം കൊണ്ട് പ്രപഞ്ച സ്വരൂപമായി. എന്നിട്ട് പ്രപഞ്ച സ്വരൂപമായ പ്രപഞ്ചനാഥന്റെ ശരീരത്തിൻ്റെ ഉള്ളിൽ, ആ സ്വരൂപത്തിൻ്റെ ഉള്ളിലെ ഗർഭമായ ഭൂമിയിലേക്ക് ആ പ്രകാശം തന്നെ ബീജമായി വന്നുകൊണ്ട് ആ പ്രപഞ്ച സ്വരൂപൻ പുനർജനിച്ചുള്ള ദൈവ ശിവ അവതാരമാണ്. ആ പുനർജനിച്ചുള്ള അള്ളാഹു പുനർജനിച്ചുള്ള മുഹമ്മദ് റസൂലുള്ളാഹിയാണ് നമ്മൾ ഓരോരുത്തർ ആദിമ മനുഷ്യനായി തുടർന്ന് ബീജാന്തരങ്ങളുടെ അനവധിയായി വന്ന എല്ലാ മനുഷ്യരും ആ അദൃശ്യനെ അള്ളാഹു പ്രകാശത്തിലൂടെ ഇലാഹും ശിവനും ഇല്ലയായി വന്ന ഈ മനുഷ്യനായി വന്ന അദൃശ്യനായ അള്ളാഹു. എന്നിട്ട് അവനാണ് പറഞ്ഞത് ഈ അജ്ഞരായ ആളുകളോട്, ദൈവം എന്തെന്നും ഈശ്വരൻ എന്തെന്നും എങ്ങനെയെന്നും
എന്നൊക്കെ ഇവരാണ് കൃഷ്ണനും രാമനും ഉപനിഷത്തുകളും ഖുറാനും എല്ലാമായി മനുഷ്യരെ ഗ്രന്ഥങ്ങളിലൂടെ എല്ലാം ഇതുപോലെ ഞാൻ തന്നെയാണ്. ഞാൻ ആ പ്രകാശം ഞാനായിരുന്നു. ഞാൻ ചെന്നിട്ടാണ് ഞാൻ പ്രകാശമായിരുന്നു. അത് റസൂലിനെ പറയാൻ നൂരില്ലാഹി, ഞാൻ അള്ളാഹുവിൻ്റെ ആ പ്രകാശമാണ്. ആ പ്രകാശമായ ഞാനാണല്ലോ പ്രസരിച്ച് വികസിച്ച് വ്യാപിച്ച് പ്രകാശം, തീ, ചൂട്, വായു, വെള്ളം എല്ലാ ഭാഗങ്ങളായി പ്രപഞ്ച ഇലാഹായി അർദ്ധനരീശ്വരന ശിവസ്വരൂപമായി ദൃശ്യമായി വന്ന ദൈവസ്വരൂപമായി വന്ന ഞാൻ, അദൃശ്യനായ പരമാത്മാവായ ഞാനാണ് ഈ ദൈവസ്വരൂപമായി ശിവനും ഇലാഹുമായി വന്നത്. എന്നിട്ട് എൻ്റെ വിശാലമായ ശരീരത്തിൻ്റെ ഉള്ളിലെ ഗർഭമായ ഭൂമിയിലേക്ക് ആ ജ്യോതി, ആ പ്രകാശം നൂറിൽ തന്നെ ബീജമായി ഇറങ്ങി വരികയും എന്നിട്ട് ആ ശിവനും ഇലാഹുമായി എൻ്റെ ചെറു രൂപത്തിൽ പുനർജനിച്ചുള്ള ശിവാവതാരം ഇലാഹ് എന്ന് പറഞ്ഞ ഇല്ലെന്നാണ് ആദിമ മനുഷ്യനായി വന്നത്. തുടർന്ന് ബീജാന്തരങ്ങളുടെ ആ പ്രകാശം തന്നെ ബീജാന്തരങ്ങളുടെ ഈ പോയിക്കൊണ്ടിരിക്കുന്ന പാസ് ചെയ്ത് പുനർജനിച്ചുകൊണ്ടിരിക്കുന്ന ആ പ്രകാശം തന്നെയാണ്. അല്ല, നിങ്ങളുടെ ബീജം വേറൊന്നല്ല, ആ സൂര്യൻ തന്നെ, ആ നൂറുള്ള തന്നെ, ആ പ്രകാശമായ അള്ളാഹു തന്നെ, ആ ജ്യോതി തന്നെയാണ് നിങ്ങളുടെ ബീജത്തിലൂടെ ഇല്ല ഗർഭത്തിലേക്ക് ചെന്ന് പുനർജനിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവരുടെ ബീജത്തിലൂടെ പാസ് ചെയ്ത് പോകുന്നത് ആരാണ്? ആ പ്രകാശം തന്നെയാണ്. അതിനെ എല്ലാ ഗുണങ്ങളും ഉൾക്കൊണ്ടിരിക്കുന്ന പ്രകാശമാണ് രൂപാന്തരപ്പെട്ട് ആ വിത്ത് മുളച്ചുകൊണ്ടാകുന്നത്. അപ്പൊ ആ സൂര്യൻ തന്നെയാണ്, ആ ജ്യോതി തന്നെയാണ്, ആ നൂറുള്ള തന്നെയാണ്, ആകാശ പ്രകാശമായ അള്ളാഹു തന്നെയാണ് ബീജാന്തരങ്ങളിലൂടെ പോയി പുനർജനിച്ച് വരുന്നത്. ആരാണ്? ആകാശപൂർവ്വ പ്രകാശമായ അള്ളാഹു ദൈവ മനസ്സ് തന്നെയാണ് ഗർഭത്തിൽ വന്ന് മനുഷ്യനായി പുനർജനിക്കുകയും മനുഷ്യൻ എന്ന പേരിൽ പുനർജനിക്കുകയും തുടർന്ന് ആ മനുഷ്യനിലൂടെ ആ പ്രകാശം, ആ നൂറ്, ആ ജ്യോതി തന്നെ ബീജാന്തരങ്ങളുടെ ഗർഭത്തിലേക്ക് പുനർജനിച്ച് അനവധി ശിവസ്വരൂപങ്ങളായി, അനവധി ഇലാഹുകളായി, ഇലാഹ് എന്നുള്ള സ്വരൂപത്തെ അനവധി പ്രപഞ്ചങ്ങളായി ദൃശ്യമായി പോകും. പിന്നെ ഇവിടെ പറയും കിയാമെന്നാളുന്നത്. ഈ ഓരോ പ്രപഞ്ചങ്ങളും ഓരോ ഈ ആലങ്ങളും ഇതിൻ്റെ നാശമാണ് കിയാമത്ത്, ലോകാവസാനം. ഓക്കെ, അപ്പോൾ അദൃശ്യനായ പ്രപഞ്ചനാഥൻ അള്ളാഹു ഈശ്വരൻ ശിവൻ തന്നെയാണ് പ്രപഞ്ചമായി മനുഷ്യ സ്വരൂപമായി ദൃശ്യമായി വന്നുകൊണ്ടിരിക്കുന്നത്. അല്ലാതെ ഇവിടെ ഒരു മനുഷ്യനുമില്ല, ഒരു വസ്തുവില്ല, ഈ പരമാത്മാവായി. ഓക്കെ.